ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പിത്ത ബ്രെഡ്, ഷവർമ റൊട്ടി എന്നൊക്കെ പറയാറുണ്ട് ഇതിന്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ 3 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും. നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇതിൻ്റെ നേരെ പകുതിയാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കണം. നമുക്കൊന്ന് ഇതിൻ്റെ ഡോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡ് പ്രോസസ്സറിലാണ് കുഴച്ചെടുക്കുന്നത്. നിങ്ങളൊരു വലിയൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി. പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലെങ്കിൽ നോർമൽ ഈസ്റ്റാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കുതിർത്ത് വെക്കണം. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഓൾമോസ്റ്റ് പാകത്തിനുള്ള വെള്ളമാണ്. 1/4 കപ്പ് വെള്ളം, 3 കപ്പ് മൈദക്ക്. ഞാൻ മെഷർമെൻറ്റ് കപ്പിലാണ് കേട്ടോ എല്ലാം എടുത്തത്. ഇങ്ങനെ ഒരു ഫുഡ് പ്രോസസ്സറിൽ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഞാനിത് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്തോളൂ. അപ്പോൾ നമുക്കിത് പാകത്തിന് തന്നെ കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കയ്യിലൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി എണ്ണ തടവി കൊടുത്താൽ മതി. ഇനി ഇത് മൂടി വെച്ചിട്ട് ഡബിൾ സൈസ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. 1-2 മണിക്കൂർ. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ അതുപോലെ തന്നെ ഈസ്റ്റിൻ്റെ വീര്യം അനുസരിച്ച് ചിലപ്പോൾ 1 മണിക്കൂറും അതിനേക്കാളും മുമ്പും നമുക്ക് പൊങ്ങി കിട്ടാറുണ്ട്. ചിലപ്പോൾ 2 മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കാറുമുണ്ട്. അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കാൻ നോക്കാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈസ്റ്റ് കുറേ പഴയതാണെങ്കിൽ 2 മണിക്കൂർ വെച്ചാലും പൊങ്ങി കിട്ടില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇങ്ങനെ പൊങ്ങി വന്നാൽ പിന്നെ അത് വെച്ചോണ്ടിരിക്കരുത്. പിന്നെ നമ്മളത് കുഴച്ചെടുത്തിട്ട് ബാക്കി പരിപാടി ചെയ്യുക. ഇത്രയും പൊങ്ങി വരണം നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ. പിസ്സ, ഡോണറ്റ്, ബ്രെഡ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും പൊങ്ങി വന്നാൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയിട്ട് ചുട്ടെടുത്താൽ മതി. ഈ ഒരു മെഷർമെൻറ്റിൽ 25 നമുക്ക് റൊട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇതിൻ്റെ പകുതി എടുത്താൽ മതി. ഇനി നമ്മളിത് നോർമലി ചെയ്യാറുള്ള പോലെ ചൂടുള്ള പാനിലോട്ട് ഷീറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു 5 സെക്കൻഡ് അത്രേ വേണ്ടുള്ളൂ. നമ്മളൊന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ചപ്പാത്തിയൊക്കെ ചെയ്യാറുള്ള പോലെ തന്നെ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ അറിയാത്തവരുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതിങ്ങനെ കുമിള വരാൻ തുടങ്ങുമ്പോൾ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും. പിന്നെ പൊങ്ങി വന്നില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു കോട്ടൺ ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു റൊട്ടി കഴിക്കാനായിട്ട്. കറിയുടെ കൂടെ സെർവ് ചെയ്യാനും അതുപോലെ ഷവർമ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പീത്ത ബ്രെഡാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്ര സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.